ഹായ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് സേവിങ് ഫംഗ്ഷൻ, സേവിങ് ഫംഗ്ഷനും അതേപോലെ ഇൻവെസ്റ്റ്മെൻറ്റ് ഫംഗ്ഷനുമാണ് കേട്ടോ. അപ്പോൾ എന്താണ് സേവിങ്? അതായത് ഒരാളുടെ വരുമാനം, ഇൻകം എന്ന് പറയുന്നത് ഇൻകം ഈസ് ഈക്വൽ ടു C+S, കൺസംഷൻ പ്ലസ് സേവിങ്. ഒരാൾ വരുമാനം ഉപയോഗിക്കുന്നത് കൺസ്യൂം ചെയ്യാനും ബാക്കി വരുന്നത് സേവ് ചെയ്യാനുമാണ്. അപ്പോൾ ഈ ഇൻകം ഈസ് ഐഡൻറ്റിക്കലി ഈക്വൽ ടു അല്ലെങ്കിൽ ഈക്വൽ ടു C+S എന്ന് പഠിച്ചിട്ടുണ്ട്. അതിൽ C എന്ന് പറയുന്നത് കൺസംഷൻ ഫംഗ്ഷൻ ആണെന്നും S എന്ന് പറയുന്നത് സേവിങ് ഫംഗ്ഷൻ ആണെന്നും അറിയാലോ അല്ലേ. അപ്പോൾ കൺസംഷനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഇന്നലെ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് എന്താണ് സേവിങ് എന്നും സേവിങ് ഫംഗ്ഷൻ എന്നുമാണ്. അപ്പോൾ എന്താണ് സേവിങ് എന്ന് ചോദിച്ചാൽ എന്താണ്? നമ്മുടെ ഇൻകത്തിൽ കൺസ്യൂം ചെയ്യാതെ ഫ്യൂച്ചറിലേക്ക് വേണ്ടി മാറ്റി വെക്കുന്ന പോർഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സേവിങ് എന്ന് വിളിക്കുന്നത്. സേവിങ് ഈസ് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന എന്താണ്? സേവിങ് ഈസ് ദാറ്റ് പാർട്ട് ഓഫ് ഇൻകം which is not consumed. അതായത് ഇപ്പോൾ കൺസ്യൂം ചെയ്യാതെ അല്ലെ സ്പെൻഡ് ചെയ്യാതെ മാറ്റിവെക്കുന്ന ഇൻകത്തെയാണ് എന്ത് വിളിക്കുന്നത്? സേവിങ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇന്നലത്തെ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു, ഇൻകം കൂടുന്തോറും സേവിങ് കൂടുമെന്ന് പറഞ്ഞിട്ടുണ്ടായി അല്ലേ. അപ്പോൾ ഇൻകം കൂടുന്തോറും കൺസംഷൻ കൂടും, പക്ഷേ കൂടുന്ന മുഴുവൻ ഇൻകവും എന്ത് ചെയ്യുന്നില്ല? കൺസംഷൻ പർപ്പസിന് വേണ്ടി ചെലവഴിക്കുന്നില്ല അല്ലേ. വെൻ ഇൻകം ഇൻക്രീസസ് കൺസംഷൻ ഓൾസോ ഇൻക്രീസസ്, ബട്ട് സം പോർഷൻ ഈസ് സേവ്ഡ്. അപ്പോൾ ചില പോർഷൻ അതായത് കുറച്ച് ഭാഗം എന്ത് ചെയ്യുന്നു? മാറ്റിവെക്കുന്നു. എന്ന് വെച്ചാൽ എന്തിനു വേണ്ടിയാണ്? ഫ്യൂച്ചർ കൺസംഷന് വേണ്ടിയാണ് മാറ്റിവെക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്? സേവിങ് ഈസ് എ ഫങ്ഷൻ ഓഫ് ഇൻകം എന്ന് നമുക്ക് പറയാം. ഇൻകം കൂടുന്തോറും കൺസംഷൻ കൂടുന്നത് പോലെ തന്നെ സേവിങ്ങും കൂടും. അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സേവിങ് ഫങ്ഷൻ എന്ന് വിളിക്കുന്നത്. സമ്പാദ്യ ധർമ്മം, സേവിങ് ഫംഗ്ഷൻ. ഇനി നമ്മൾ സേവിങ് ഫംഗ്ഷൻ്റെ രണ്ട് പ്രോപ്പർട്ടി, അതായത് നമ്മൾ ഇന്നലെ കൺസംഷൻ ഫംഗ്ഷന് രണ്ട് പ്രോപ്പർട്ടി പഠിച്ചായിരുന്നല്ലോ, അതേപോലെ തന്നെ രണ്ട് പ്രോപ്പർട്ടീസ് സേവിങ്ങിനും ഉണ്ട്. അപ്പോൾ സേവിങ്ങിൻ്റെ ഒന്നാമത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ആവറേജ് പ്രൊപ്പൻസിറ്റി ടു സേവ് ആണ്. ആവറേജ് പ്രൊപ്പൻസിറ്റി ടു സേവ് ആണ് ഒന്നാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഇനി എന്താണ് ആവറേജ് പ്രൊപ്പൻസിറ്റി ടു സേവ്? കൺസംഷൻ പോലെ തന്നെ ഇറ്റ് ഈസ് ദ റേഷ്യോ ബിറ്റ്വീൻ ഇൻകം ആൻഡ് സേവിങ് ആണ്. ഇൻകം ആൻഡ് സേവിങ് ആണ് APS, ആവറേജ് പ്രൊപ്പൻസിറ്റി ടു സേവ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് APS ഈസ് ഈക്വൽ ടു എന്താണ്? S/Y. കൺസംഷൻ APC എന്ന് പറയുന്നത് C/Y ആണ് അല്ലേ. അതുപോലെ ഇവിടെ APS എന്ന് പറയുന്നത് S/Y ആണ്. അപ്പോൾ ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം രണ്ടാമത്തെ പ്രോപ്പർട്ടി. ഒന്നാമത്തെ പ്രോപ്പർട്ടിയാണ് APS, രണ്ടാമത്തെ പ്രോപ്പർട്ടി നമ്മൾ MPS എന്ന് പറയും. MPS എന്ന് പറഞ്ഞാൽ മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു സേവ്. അപ്പോൾ മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു സേവ് എന്ന് പറയുന്നത് എന്താണ്? കൺസംഷനിൽ വന്ന പോലെ തന്നെയാണ് ഇവിടെയും വരുന്നത്. അപ്പോൾ എന്തായിരിക്കും? റേഷ്യോ ബിറ്റ്വീൻ ചേഞ്ച് ഇൻ കൺസംഷൻ to
ചേഞ്ച് ഇൻ ഇൻകം. അതായത് ഇൻകത്തിലുണ്ടാവുന്ന മാറ്റത്തിൻ്റെ അളവും ചേഞ്ച് ഇൻ കൺസംഷൻ അല്ല കേട്ടോ, ചേഞ്ച് ഇൻ സേവിങ്. ചേഞ്ച് ഇൻ സേവിങ്ങിലുണ്ടാവുന്ന മാറ്റവും ഇൻകത്തിലുണ്ടാവുന്ന മാറ്റവും തമ്മിലുള്ള റേഷ്യോ ആണ്. ദാറ്റ് ഈസ് എന്താണ്? MPS ഇസ് ഈക്വൽ ടു ഡെൽറ്റ എസ് ബൈ ഡെൽറ്റ വൈ. ഒരു എക്സാമ്പിൾ വെച്ച് നമുക്കിതിനെ എക്സ്പ്ലെയിൻ ചെയ്യാം നമുക്ക്. അതായത് ഒരു ഇൻകം ലെവല്, കൺസംഷൻ, സേവിങ്. ഇൻകം 20 ആയിരുന്നപ്പോൾ അല്ലെ, ഇൻകം ഇല്ലാതിരുന്നപ്പോൾ 0 ഇൻകത്തിൽ കൺസംഷൻ 20, സേവിങ് ഇല്ല അല്ലേ, സേവിങ് -20 ആണ്, -20. ഇനി കൺസംഷൻ 50 ആയി എന്നിരിക്കും. അപ്പോൾ എന്താണ്? കൺസംഷൻ 50, ഇൻകം 50, കൺസംഷൻ 50, സേവിങ് 0. ഇനി കൺസംഷൻ ഇൻകം കൂടുകയാണ്, 100 ആയിട്ട് കൂടി. അപ്പോൾ എന്താണ്? ഇവിടെ കൺസംഷൻ 80 ആയിട്ട് കൂടുന്നു. അപ്പോൾ സേവിങ് എത്രയാണ്? 20 ആണല്ലേ. ഇനി നെക്സ്റ്റ് 150 ആവുന്നു. 150 ഇൻകം, കൺസംഷൻ 120 ആണ്. അപ്പോൾ എത്രയാണ്? സേവിങ് 30 വരും അല്ലേ. അപ്പോൾ നമുക്കിതിൽ നിന്ന് മനസ്സിലാവുന്നത് ഇൻകം കൂടുന്നതനുസരിച്ച് കൺസംഷനും കൂടുന്നു, സേവിങ്ങും കൂടുന്നു. അപ്പോൾ ഇത് ഇൻകവും കൺസംഷനും മാത്രം എടുക്കുകയാണെങ്കിൽ എന്താണ്? ഇൻകം കൂടുമ്പോൾ കൺസംഷനും കൂടുന്നുണ്ട്, പക്ഷേ ഇൻകം കൂടുന്ന അത്രയും എമൗണ്ട് കൺസംഷൻ കൂടുന്നില്ല. അപ്പോൾ ഈ ബാക്കി വരുന്ന, അതായത് ഇൻകത്തിൽ കൺസ്യൂം ചെയ്യുന്നതിൻ്റെ ബാക്കി എന്താണോ അതാണ് സേവ് ചെയ്യപ്പെടുന്നത് എന്നുള്ളത് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് APS എന്താണെന്ന് നോക്കാം. APS എന്ന് പറയുന്നത് സേവിങ്ങും ഇൻകവും തമ്മിലുള്ള റേഷ്യോ ആണ്. അപ്പോൾ ആദ്യത്തെ APS എന്താണ്? ഫസ്റ്റിൽ APS എന്ന് പറയുന്നത് ഇൻകം എത്രയാണ്? 100 ആണ്. ഫസ്റ്റ് ഇതിലൊന്നും സേവിങ് ഇല്ല അല്ലേ, ആദ്യത്തെ 2 എണ്ണത്തിൽ സേവിങ് ഇല്ല. 100 rupees ഇൻകം വരുമ്പോഴേ സേവിങ് വരുന്നുള്ളൂ. അപ്പോൾ 100ൻ്റെ കേസ് എടുക്കാം നമുക്ക്. ഇൻകം 100 ആകുമ്പോൾ സേവിങ് എത്രയാണ് വരുന്നത്? 20 ആണല്ലേ. അപ്പോൾ എത്രയാണ് APS എന്ന് പറയുന്നത്? 20/100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.2 ആണ് വരിക. ഇനി നമുക്ക് MPS എന്താണെന്ന് നോക്കാം. ഈ കേസിൽ MPS എന്ന് പറയുന്നത് എന്താണ്? അതായത് ഇൻകം എത്രയാണ്? 100ൽ നിന്നും 150 ആയിട്ട് കൂടി അല്ലേ, 150 ആയിട്ട് കൂടുമ്പോൾ അപ്പോൾ ഡെൽറ്റ എസ് ബൈ ഡെൽറ്റ വൈ ആണ്. അപ്പോൾ ഡെൽറ്റ വൈ എന്ന് പറയുന്നത് 100ൽ നിന്നും 150 ആകുക എന്ന് പറഞ്ഞാൽ 50 ആണ് ഡെൽറ്റ വൈ. അതേസമയം 20ൽ നിന്നും 30 ആവുക എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10 ആണല്ലേ. അപ്പോൾ 1/5 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0.2 ആണ് എന്തിൽ വരുന്നത്? MPS വരുന്നത് അല്ലേ. അപ്പോൾ ഇങ്ങനെ. ഇനി ഇതേ കേസിൽ കൺസംഷൻ MPS APCയും MPCയും നോക്കാം നമുക്ക്. ഫസ്റ്റ് കേസിൽ അതായത് 100, 80യും 100ഉം APC കാണാം നമുക്ക്. APC ഈസ് ഈക്വൽ ടു എന്താണ് വരിക? C/Y ആണെന്ന് പഠിച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ എന്താണ് ഇവിടെ റിലേഷൻ വരുന്നത്? C എന്ന് പറയുന്നത് 80 ആണ്, ഡിവൈഡഡ് ബൈ Y എത്രയാണ്? 100 ആണല്ലേ. 80/100 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0.8 ആണ്. അപ്പോൾ നിങ്ങൾ നോക്കിയേ, APCയും APSും കൂടെ ആഡ് ചെയ്താൽ എന്ത് കിട്ടും നോക്ക്? APC പ്ലസ് APS എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ് കിട്ടുക? APC 0.8 എന്ന് കിട്ടും അല്ലേ. പ്ലസ് APS എന്ന് പറയുന്നത് 0.2 ആണ്. അപ്പോൾ എന്താണ് കിട്ടുന്നത്? 1 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ എന്ന് വെച്ചാൽ എന്താണ് നമ്മൾക്ക് ഇതിൽ നിന്നൊരു ഫാക്ട് മനസ്സിലാക്കാനുള്ളത്? APC പ്ലസ് APS ഇസ് ഈക്വൽ ടു 1 ആയിരിക്കും. ഇതാണ് ഇതിലൊരു ഫാക്ട്. ഇനി MPCയുടെ കാര്യം എടുക്കാം നമുക്ക്.
MPC എന്ന് പറയുന്നത് എന്താണ്? ഡെൽറ്റ സി ബൈ ഡെൽറ്റ വൈ ആണ് അല്ലേ. അപ്പോൾ ഈ കേസിൽ MPC എത്രയാണ്? 100-ൽ നിന്നും 150 ഇൻകം ഇൻക്രീസ് ചെയ്തു എന്നാണ് നമ്മൾ കാണുന്നത് അല്ലേ. 100-ൽ നിന്നും 150 ഇൻകം ഇൻക്രീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എത്രയാണ് കൂടുന്നത്? 50 റുപ്പീസ് ആണ് അല്ലേ ഇൻക്രീസ് ചെയ്യുന്നത്. 100-ൽ നിന്ന് ഡെൽറ്റ വൈ എന്ന് പറയുന്നത് 50 ആണ്. അതേസമയം 80-ൽ നിന്നും 120 രണ്ടാമത്തെ കൺസംഷൻ കൂടുന്നത്. അപ്പം 80-ൽ നിന്ന് 120 ആവുക എന്ന് പറഞ്ഞാൽ എത്രയാണ് വരുന്നത്? അതിൻ്റെ ഡിഫറൻസ് വരുന്നത് 40 ആണ് അല്ലേ. 40. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ് വരിക? ഡെൽറ്റ സി 40, ഡെൽറ്റ വൈ 50. അപ്പോൾ 4/5 എന്ന് വരും അല്ലേ. 4/5. 4/5 എത്രയാണ്? 4/5 എങ്ങനെയാണ് ചെയ്യുക? 0.8 എന്ന് കിട്ടും അല്ലേ. അതിനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കാൽക്കുലേറ്റർ എടുത്ത് നിങ്ങൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 0.8 എന്നാണ് കിട്ടുക. അപ്പോൾ ഇവിടെ നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത് എന്താണ്? MPC പ്ലസ് MPS എഴുതുമ്പോൾ എന്താ വരിക? MPS നമുക്ക് കിട്ടിയത് എത്രയാണ്? MPS കിട്ടുന്നത് 0.2 ആണല്ലേ. അപ്പോൾ MPC കിട്ടിയത് 0.8 പ്ലസ് 0.2. അപ്പോൾ ഇവിടെ എന്താണ്? ഈക്വൽ ടു 1 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ എന്താ വരിക? ഇവിടെ വരുന്നതും നമുക്ക് MPC പ്ലസ് MPS ഈസ് ഈക്വൽ ടു 1 എന്നാണ് കിട്ടുക. ഇതിൽ നിന്ന് നമുക്ക് എന്തെഴുതാം? MPC സമം ഈ ഇക്വേഷനെ മാറ്റി റീഅഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ MPC സമം 1 മൈനസ് MPS എന്ന് എഴുതല്ലോ. അതേപോലെ MPS എന്ന് പറയുന്നത് എന്താണ് കിട്ടുക? 1 മൈനസ് MPC എന്നും കിട്ടും അല്ലേ. അപ്പോൾ ഇത് ഒരു ഫാക്റ്റ് നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ MPC പ്ലസ് MPS ഈസ് ഈക്വൽ ടു 1 ആണ്. അതേപോലെ MPC എന്ന് പറയുന്നത് 1 മൈനസ് MPSഉം MPS എന്ന് പറയുന്നത് 1 മൈനസ് MPC ആയിരിക്കും. അപ്പോൾ ഇതാണ് കൺസംഷൻ ഫംഗ്ഷൻ. അതേപോലെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച സേവിങ് ഫംഗ്ഷൻ. അതിൽ ഇന്നലെ പഠിച്ചതാണ് കൺസംഷൻ ഫംഗ്ഷൻ. അത് തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമ്മൾ ഇന്ന് പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്കിതിൽ പഠിക്കാനുള്ളത് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻവെസ്റ്റ്മെൻറ്റിനെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെറ്റ് അഡീഷൻ എക്സിസ്റ്റിംഗ് ക്യാപിറ്റലിനോട് കൂട്ടിച്ചേർക്കപ്പെടുന്ന ഇതിനെയാണ് എന്ത് വിളിക്കുന്നത്? ഇൻവെസ്റ്റ്മെൻറ്റ് കൂട്ടിച്ചേർക്കപ്പെടുന്ന, അതായത് ഓൾറെഡി ഉള്ള ക്യാപിറ്റൽ മൂലധനത്തിനോട് നമ്മുടെ സേവിങ്ങിൽ നിന്നും പോകുന്ന പോർഷനെയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റിനെ നമ്മളിവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇൻവെസ്റ്റ്മെൻറ്റ് എന്തിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്? സേവിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത് അല്ലേ. സേവിങ് എന്തിനെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്? സേവിങ് ഇൻകത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് സാധാരണയായിട്ട് നമുക്ക് ഓൾറെഡി ഫിക്സ്ഡ് ആയിട്ടാണ് എടുക്കുക. അതുകൊണ്ട് ഇൻവെസ്റ്റ്മെൻറ്റിന് ഐ എന്ന് പറയുന്നത് I ബാർ എന്നാണ് സൂചിപ്പിക്കുക. ഇൻവെസ്റ്റ്മെൻറ്റിനെ
എന്താണ് ഐ ഈസ് ഈക്വൽ ടു ഐ ബാർ എന്നാണ് സൂചിപ്പിക്കുക. ഐ ബാർ എന്ന് പറയുന്നത് ഇത് ഓൾറെഡി നമുക്ക് എന്താണ് ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെൻറ്റ്, അതായത് മറ്റെന്തൊക്കെയോ കാരണങ്ങൾ ഫിക്സ് ചെയ്യപ്പെട്ട ഓൾറെഡി ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു എമൗണ്ട് ആയിട്ടാണ് നമ്മൾ മാക്രോ ഇക്കണോമിക്സിലെ ഇൻകം ഡിറ്റർമിനേഷൻ അനാലിസിസിൽ എടുക്കുന്നത്. അപ്പോൾ ഐ ഈസ് ഈക്വൽ ടു ഐ ബാർ എന്ന് പറയുന്നത്, ഐ ബാർ എന്ന് പറയുന്നത് എന്താണ് ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെൻറ്റ്, അതായത് പ്രീ ഫിക്സ്ഡ് ആണ്, ഓൾറെഡി ഫിക്സ്ഡ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്, നമ്മളതിനെ കണ്ടുപിടിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ്. അതായത് മറ്റു പല കാര്യങ്ങളും, അതായത് ഒരു ഗവൺമെൻറ്റിൻ്റെ പോളിസി, അതേപോലെ തന്നെ എന്താണ് കുറേ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ചേർന്നാണ് ഇൻവെസ്റ്റ്മെൻറ്റ്, ഒരു ഇക്കോണമിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നിർണ്ണയിക്കുന്നത്. നമ്മൾ സേവ് ചെയ്തത് മുഴുവനും എന്തായി മാറുന്നില്ല, ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് മാറുന്നില്ല. അപ്പോൾ ഈ ഇൻവെസ്റ്റ്മെൻറ്റിന് പല വേരിയബിൾസ് ചേർന്ന് ഫിക്സ് ചെയ്യുന്നത് കൊണ്ട് ഇൻകം ഡിറ്റർമിനേഷനുള്ള അനാലിസിസ് പാർട്ടിൽ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റിന് ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെൻറ്റ് ഐ ഈസ് ഈക്വൽ ടു ഐ ബാർ എന്നാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ 3 ഫങ്ഷൻസ് ആണ് പഠിച്ചത്. ഓർത്തിരിക്കുമല്ലോ ഏതൊക്കെ ഫങ്ഷനാണ് പഠിച്ചതെന്ന്. ഒന്നാമത്തേത് കൺസംഷൻ ഫങ്ഷനാണ്, സി ഈസ് ഈക്വൽ ടു സി ബാർ പ്ലസ് സി വൈ ആണ് അല്ലേ. ഇനി അതിനുശേഷം നമ്മൾ പഠിച്ചത് എസ് ആണ്, സേവിങ് ഈസ് ഈക്വൽ ടു എസ് ഈസ് ദ ഫങ്ഷൻ ഓഫ് വൈ എന്ന് പഠിച്ചിട്ടുണ്ട്. ഐ എന്ന് പറയുന്നത് ഐ ഈസ് ഈക്വൽ ടു ഐ ബാർ എന്നും പഠിച്ചിട്ടുണ്ട് അല്ലേ. ഇത് കൂടാതെ എന്താണ് പഠിച്ചത്, ഇൻകം എന്ന് പറയുന്നത് വൈ ഈസ് ഈക്വൽ ടു സി പ്ലസ് എസ് ആണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇൻകം ഡിറ്റർമിനേഷൻ്റെ മുന്നോടിയായിട്ട് നമ്മൾ പഠിക്കാനും അറിയാനും ഉള്ളത്. ഇനി ബാക്കിയുള്ള ക്ലാസ് നോക്കാം. ഇൻകം ഡിറ്റർമിനേഷൻ ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക്